ഇപ്രാവശ്യം നാട്ടിൽ വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആവശ്യങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നത്. കാരണം ഞാനല്ലേയും ബാംഗ്ലൂർ ലൈഫായിട്ടൊന്നും മിങ്കിളായി വരികയായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകേണ്ട ദിവസത്തെപ്പോ എപ്പത്തെയും പോലെ കുറച്ച് ദിവസം കൂടി നാട്ടിൽ നിന്നാലോന്നായി. കാരണം എവിടെ പോയാലും നമ്മുടെ വീടും നാടും അതൊരു രസമല്ല. എന്ന് വെച്ച് ബാംഗ്ലൂരേക്ക് തിരിച്ചു പോകാതിരിക്കാൻ പറ്റൂല. കാരണം ഫവാസ്കാട് എല്ലായിടത്തോളം കാലം അന്റി ലൈവിന്റെ സ്വർഗരാജ്യം നിന്നത് അവിടെയാണ്. അങ്ങനെ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകേണ്ട ദിവസം എത്തി. അതോടെ തന്നെ പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്റെ നിർദ്ദേശപ്രകാരം ചപ്പാത്തിയും ബീഫ് ഫ്രൈയും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ. അങ്ങനെ അതും കഴിച്ച് ലെയ്യുമോന്റെ 9 monthsന്റെ കേക്കും കഴിച്ചപ്പം വയർ ഏകദേശം ഫുൾ ആയി. അതിന്റെ നടുവില് ബേക്കിൽ ഞാൻ ഉള്ള തരത്തിനാണോന്നറിയില്ല ഈ പടികളെ തേച്ചും കയറിയിട്ട് അങ്ങ് എത്താനായി ചെക്ക്. ഇതൊക്കെ 9 മാസം വയറ്റിക്കടക്കം പഠിക്കുന്നതാണോ എന്തോ. എന്നാലും മാഷാഅല്ലാഹ് ഇങ്ങനെ ഓരോ വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എത്ര വയറ് നിറഞ്ഞാലും ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ കടികൾ കിട്ടിയാലും വേണ്ടെന്ന് അറിയാമെങ്കിലും അതുകൊണ്ട് തന്നെ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി എന്റെ കസിന് കുറച്ച് കടികൾ ഉണ്ടാക്കി തന്നപ്പോ ചൂടോടെ തന്നെ ഒരു സമൂസ എടുത്ത് എന്നേരം അങ്ങ് കഴിച്ചു. ഞാൻ മാത്രമല്ല ഒരു പീസ് ഫവാസ്ക്കും കഴിക്കാൻ കൊടുത്ത് ബാക്കി നമുക്ക് പോകുമ്പോൾ കഴിക്കാന്ന്. എന്റെ കസിന് ഹോം മെയ്ഡ് ആയിട്ട് ഇതുപോലെ കുറച്ച് കടികളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. കടികൾ മാത്രമല്ല കേട്ടോ, ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ മലയാളികൾക്ക് സമൂസ, ഇറച്ചിപ്പത്തില്, ഉഞ്ഞക്കായ, ഈ കാണുന്ന ചേനയപ്പോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരു വികാരം തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കടികൾ മാത്രമല്ല ഇതിലും കൂടുതൽ വെറൈറ്റി കടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ ബിരിയാണി, മന്തി ഇതുപോലത്തെ ഫുഡ് ഐറ്റംസും ഉണ്ട്. അതിന്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കണ്ണൂർ ജില്ലയിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ ഹോം മെയ്ഡ് ഫുഡും കടികളും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. മുൻകൂട്ടി ഓർഡർ എടുക്കുകയാണെങ്കിൽ ബൾക്കായിട്ടുള്ള ഓർഡർ അവർ എടുക്കുന്നതാണ്. ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ തലശ്ശേരി, കണ്ണൂർ, ഇരിട്ടി ഈ ഒരു ടൗൺ ഏരിയയിലേക്ക് ഡെലിവറി അവൈലബിൾ ആണ്. ഇവരുടെ സ്ഥലം വരുന്നത് തന്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ്, അതായത് ശിവപുരം. അങ്ങനെ നാട്ടിൽ നല്ല മഴ പെയ്തോണ്ടിരിക്കെ നമ്മൾ ബസ് കയറി ബാംഗ്ലൂരേക്ക് വിട്ടിട്ടുണ്ട്. ലെയ്യുമോനാണെങ്കിൽ കയറിയപാടെ ഉറങ്ങാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇവിടെ എത്തിക്കുമ്പോൾ നാട്ടിൽ കണ്ട മഴന്റെ ഒരു പൊടി പോലും കാണാനില്ല. നമ്മളെ ലഗേജ് ആയിട്ട് ഓട്ടോയിലും ഫവാസ്ക സ്കൂട്ടിയിലും ആയിട്ട് നമ്മൾ റൂമിലേക്ക് വിട്ടു. കുറച്ച് നാളായില്ലേ ഈ സ്റ്റെപ്പുകളൊക്കെ കേട്ട്. അതുകൊണ്ട് ഈ 4 നില കയറുമ്പോഴത്തേക്ക് ആകെ ക്ഷണം പിടിച്ചു. ലെയ്യുമോനാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ എവിടെയോ നല്ല കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഞാൻ ആ റൂമിൽ ഇരുന്നപ്പോ അവിടെയും ചായപര അടുക്കളയിൽ പോയപ്പോ അവിടെയും അങ്ങനെ എല്ലാവരും. അങ്ങനെ ബസ്സിന് ഫുൾ കടികളും കഴിക്കാത്തോണ്ട് കുറച്ചും എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതും കൂട്ടി രാവിലെ തന്നെ ചായ കുടിച്ചു. അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂർ തന്നെ ഉണ്ടാവും. ഇനി ഇവിടുത്തെ വിശേഷമായി വീണ്ടും വരാം. ബൈ.